കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ 2 മരണം. രാധാപുരം സ്വദേശികളായ ശരവണൻ, ഷൺമുഖൻ ആചാരി എന്നിവരാണ് മരിച്ചത്. കുട്ടികളടക്കം 3 പേർക്ക് ഗുരുതര പരുക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറും എറണാകുളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? മറ്റ് വിവരങ്ങൾ? ഇന്നലെ രാത്രി 11:30-നും 12-നും ഇടയിലുമായിരുന്നു ഈ അപകടം. ഈ പറഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലിപ്പോ ആരുടെ ഭാഗത്താണ് ഒരു അപകടത്തിന് കാരണമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. ഇതില് 2 കൂട്ടരുടെയും മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും അവരവരുടെ ന്യായങ്ങളാണ് പറയുന്നത്. ആരുടെ ഭാഗത്ത് വീഴ്ചയിലാണ് ഈ അപകടം സംഭവിച്ചെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തിരുനെൽവേലി രാധാപുരം സ്വദേശി ശരവണൻ, മാർത്താണ്ഡം സ്വദേശി ഷൺമുഖൻ ആചാരി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ ബേബീശ്വർ 14 വയസ്സുള്ള ബേബീശ്വർ ഇപ്പോൾ മാർത്താണ്ഡം സ്വദേശി ചികിത്സയിലുണ്ട്. അതുപോലെ 10 വയസ്സുള്ള കനീശ്വർ മാർത്താണ്ഡം സ്വദേശിയാണ് ഉണ്ട്. ഇതില് സ്വാമിനാഥൻ വാഹനം ഓടിച്ചയാൾ തിരുനെൽവേലി രാധാപുരം സ്വദേശിയാണ്. ഇദ്ദേഹത്തെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നോ എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല അല്ലേ? ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് പോലീസ് തയ്യാറാകുന്നില്ല. കാരണം ഇനി മോട്ടോർ വാഹന വകുപ്പ് ഇത് കൃത്യമായി പരിശോധിച്ച് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളത് പറയണം. ഒപ്പം പോലീസും ഇത് അന്വേഷണത്തിലാണ്. ഇവർക്ക് ഈ CCTV ദൃശ്യങ്ങൾ ഇന്നലെ അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ അതില് ബസിന്റെ ഡ്രൈവർ തന്റെ ഭാഗത്ത് തെറ്റില്ല, താൻ ഇവരെ കൂടുതൽ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ബസ് ഇത് നേരെ ഈ എറണാകുളം ഭാഗത്തേക്ക് പോയ ബസ് വലത് സൈഡ് ഇടത് സൈഡിൽ പൊക്കോണ്ടിരുന്ന ബസ് വലത് സൈഡ് ഒരു ഭിത്തി ഇടിച്ച് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് കയറിയത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും. സ്വാഭാവികമായി അത് നോക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ളത് പറയാനേ കഴിയുന്നില്ല. മറ്റേതെങ്കിലും വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണോ ഇത് സംഭവിച്ചു തുടങ്ങിയ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന് അധികം ദൃക്സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബസ്സിലുള്ളവരും കാറിലുള്ളവരും നിലവിലുള്ള ജീവനോടുള്ളവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും ഒപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിലേക്ക് എത്താനാണ് ഇപ്പോൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും തീരുമാനം.